അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു തആലയുടെ വചനം. അങ്ങനെ ആദ് സമുദായത്തിലേക്ക് നാം അയച്ചു അവരുടെ സഹോദരനായ ഹൂദിനെ. 7-ാമത്തെ സൂറത്ത് 65-ാമത്തെ ആയത്ത്. അങ്ങനെ അള്ളാഹുവിൻ്റെ വചനം അവൻ താക്കീത് കൊടുത്തപ്പോൾ അവൻ്റെ ആളുകൾക്ക് അൽ-അഹ്കാഫിൽ ആയത്ത് തീരുന്നതുവരെ അങ്ങനെ തുടരുന്നു. അങ്ങനെയാകുന്നു നാം അക്രമകാരികളായ ആളുകൾക്ക് പ്രതിഫലം അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുന്നത്. 46-ാമത്തെ സൂറത്ത് 21 മുതൽ 25 വരെയുള്ള ആയത്തുകൾ. കൂടാതെ അള്ളാഹു ജല്ല ജലാലിൻ്റെ വചനം. അങ്ങനെ ആദിനെ പറ്റി പറയുകയാണെങ്കിൽ അവരെ നശിപ്പിക്കപ്പെട്ടു അതിഭയങ്കരമായ അക്രമാസക്തമായ കാറ്റുകൊണ്ട്. അത് അള്ളാഹു അവരുടെ മേലിൽ അടിച്ചേൽപ്പിച്ചതാണ്. 7 രാത്രികളും 8 പകലുകളും തുടർച്ചയായിട്ട്. അതായത് അവർക്ക് ഇൻ്റർവെല്ലില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇട കൊടുക്കാതെയാണ് പണി കൊടുത്തത്. അങ്ങനെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാമായിരുന്നു ആണുങ്ങൾ കിടക്കുന്നത് നശിപ്പിച്ച് എറിഞ്ഞിട്ടിരിക്കുന്നത് കാണാമായിരുന്നു. അവർ പനമരങ്ങളുടെ പൊള്ളയായ തോട് അല്ലെങ്കിൽ തടി പോലെ തോന്നിക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര വലിയ മനുഷ്യരായിരുന്നു, നമുക്കറിയാം. ഭയങ്കര ശക്തിയുള്ളവരായിരുന്നു, വലിപ്പമുള്ളവരായിരുന്നു. എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവരെയൊക്കെ 7 രാത്രിയും 8 പകലും ഭയങ്കര കൊടുങ്കാറ്റ് എടുത്തിട്ട് അടിയാണ്. അപ്പോൾ കയ്യും കാലൊക്കെ പറഞ്ഞു പോയിണ്ടാവും എന്ന് ഊഹിക്കാം. ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അവിടെയൊക്കെ. അത് കണ്ടാൽ ഒരു പനമരത്തിൻ്റെ വലിപ്പമുള്ള കൈകളോ കാലുകളോ ഒക്കെ ഉള്ള മനുഷ്യരായിരുന്നിരിക്കും എന്ന് നമ്മൾ ഊഹിക്കുന്നു. കാരണം ഇതിനപ്പുറത്തേക്ക് അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ മനുഷ്യർ തന്നെ കൈയും കാലം പറഞ്ഞു പോയിട്ടില്ലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നത് കണ്ടാൽ അത് പനമരം പോലെ തോന്നുമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നിരിക്കും. അവരുടെ എന്തെങ്കിലും ബാക്കി നീ കാണുന്നുണ്ടോ? 69-ാമത്തെ സൂറത്ത് 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾ. അതായത് അത്ര വലിയ ആളുകളായിരുന്നു. അതുകൊണ്ട് അവരുടെ ഒരു സാധനവും ഭൂമിയുടെ മുകളിൽ അള്ളാഹു ബാക്കി വെച്ചിട്ടില്ല. കാരണം അതൊക്കെ കണ്ടാൽ ചിലപ്പോൾ ആളുകൾ അവരെ ദൈവങ്ങളായിട്ട് ആരാധിക്കാൻ തുടങ്ങും. അത്ര കഴിവുള്ള, അത്ര വലിയ കോട്ടകൊത്തളങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളുകളായിരുന്നു അവർ. ഖൗലില്ലാഹി തആല വഇലാദിൻ അഖാഹും ഹൂദ അൽ-അറാഫ് 65. വഖൗലിഹി ഇദ് അൻദറ ഖൗമഹു ബിൽ അഹ്ഖാഫ് ഇലാ ഖൗലിഹി കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ. അൽ-അഹ്ഖാഫ് 21 മുതൽ 25 വരെയുള്ള ആയത്തുകൾ. വഖൗലില്ലാഹി അസ്സ വജല്ല വഅമ്മാ ആദും ഫഉഹ്ലികൂ ബിരീഹിൻ സർസരിൻ ശദീദത്തിൻ ആനിയത്തിൻ. قال ابن عيينة أتت على الخزاني سخر عليهم 7 ليال و8 أيام حسوما متتابعة فترى القوم فيها صرعى كأنهم أعجاز نخل خاوية أصولها فهل ترى لهم من باقية. الحاقة 6-7 ആയത്തുകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, എന്നെ വിജയിയാക്കിയിരിക്കുന്നു, അതല്ലെങ്കിൽ വിജയിക്കുന്നവനാക്കിയിരിക്കുന്നു അസബായിനോടൊപ്പം. അതായത് കിഴക്ക് നിന്ന് വരുന്ന ഒരു കാറ്റാണത്. അപ്പോൾ ആ കാറ്റിൻ്റെ സഹായത്തോടെ വിജയിക്കുന്നോ, അല്ലെങ്കിൽ കിഴക്കുന്ന് എനിക്ക് സഹായം കാറ്റായിട്ട് വരുന്നോ, അല്ലെങ്കിൽ അനുഗ്രഹം വരും എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് സമുദായത്തിനെ നശിപ്പിച്ചത് അദ്ദബൂർ എന്ന് പറയുന്ന പടിഞ്ഞാറ് നിന്ന് വരുന്ന കാറ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെ മദീനയുടെ കിഴക്കും പടിഞ്ഞാറുമായിട്ടാണ് എടുക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നുസിർതു ബിസ്വബാ വ ഉഹ്ലികത് ആദുൻ ബിദ്ദബൂർ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അലി ഒരു കഷ്ണം സ്വർണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൊടുത്തയച്ചു. അത് 4 ആളുകൾക്കിടയിൽ അദ്ദേഹം വീതം വെച്ച് കൊടുത്തു. അൽ ഇഖ്റ ബിൻ ഹാബിസ് അൽ ഹൻസാലി മുജാഷി ഗോത്രത്തിൽ നിന്നുള്ള ആളാണ്. ഉയൈന ബിൻ ബദർ അൽ ഫസാരി, സെയ്ദ് അത്വയി, അവർ ബനി നബ്ഹാൻ ഗോത്രത്തിൽ നിന്നുള്ളവരായിരുന്നു. അൽ അഖാമ ബിൻ ഉലഫ അൽ ആമിരി, അവർ ബനി ഖിലാബ് ഗോത്രത്തിൽ നിന്നുള്ള ആളും ആയിരുന്നു. അങ്ങനെ ഖുറൈശികളും അൻസാരികളും ഭയങ്കര ദേഷ്യത്തിലായി. എന്നിട്ട് അവർ പറഞ്ഞു, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ദിൽ നിന്നുള്ള ആൾക്കാരുടെ നേതാക്കന്മാർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, ഞങ്ങൾക്കൊന്നും തരുന്നില്ല എന്നുള്ള ഒരു വർത്താനം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനവർക്ക് കൊടുത്തു,
കാരണം അവരുടെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരുന്നു. അതായത് കൂടെയുള്ള സഹാബികൾ, അതായത് മുഹാജിറുകളും അൻസാരികളും എന്നൊക്കെ പറയുന്നവർ അടുത്താണ്, റസൂലിനെ കാണുന്നുണ്ട് പകരം രാവും, അപ്പോൾ അവർക്കറിയാം സത്യമാണെന്ന്. ഇത് അന്യനാട്ടുകാരായ ആളുകൾക്ക് കേട്ടുകേൾവി മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഇതിലേക്ക് ആകർഷിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവണം. അതുകൊണ്ടാണ് നജ്ദിലുള്ള നേതാക്കന്മാർക്ക് കൊടുത്തത്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഗോത്രത്തിൽ ചെന്നിട്ട് അവരുടെ ആളുകൾക്ക് കിട്ടിയത് മുഴുവൻ വീതം വെച്ച് കൊടുക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പിയാവും. അങ്ങനെയാണ് ഈ അന്നത്തെ കാലത്തൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു. അപ്പോൾ കണ്ണ് കുഴിഞ്ഞ ഒരു ആൾ, തെളിഞ്ഞ കവിള്, ഉയർന്ന നെറ്റി, കട്ടിയുള്ള താടി, വടിച്ചു കളഞ്ഞ തല, അങ്ങനെയുള്ള ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിനെ ഭയക്കൂ അല്ലയോ മുഹമ്മദേ എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവനെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിനെ അനുസരിക്കാൻ ആരുണ്ട്? അതായത് ആരെങ്കിലുമൊക്കെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഞാനല്ലേ വേണ്ടത്, അതിൽ ഞാനല്ലേ ഏറ്റവും വലിയ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ തിരിച്ചു ചോദിച്ചു. നീ പറഞ്ഞു വരുന്നത് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് ഞാനിത് മാന്യമായി നോക്കി നടത്തുമെന്നും എല്ലാവരോടും തുല്യമായി നീതി കാണിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അള്ളാഹു ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് നീ എന്നെ വിശ്വസിക്കാതിരിക്കുന്നോ? അപ്പോൾ ആരോ ഒരാൾ, എനിക്ക് തോന്നുന്നത് ഖാലിദ് ബിൻ വലീദ് ആണെന്നാണ്, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു, അവൻ്റെ തല വെട്ടിക്കളഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം തന്നെ, കാരണം ഉമർ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒക്കെ കാഴ്ചയ്ക്ക് ഒരേപോലെ ഇരിക്കുന്ന മനുഷ്യരായിരുന്നു. ഒരു 6-7 അടിയൊക്കെ പൊക്കമുള്ള, നല്ല കുസ്തി കമാൻഡോകളെ പോലെ നല്ല മുട്ടം മസിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരേ ഗോത്രത്തിൽ നിന്നുള്ളവരാണ്. അവരുടെ ശരീരപ്രകൃതി ഒരുപോലെയായിരുന്നു. രണ്ടുപേരും കടാകടിയന്മാരായ ആളുകളായിരുന്നു അവർ. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയുകയാണ്, ആരോ ഒരാൾ, എനിക്ക് തോന്നുന്നത് ഖാലിദ് ബിൻ വലീദാണെന്ന്, റസൂലിനോട് അനുവാദം ചോദിച്ചു, റസൂൽ അവൻ്റെ തലവെട്ടി കളഞ്ഞേക്കട്ടെ എന്ന്. അപ്പോൾ അദ്ദേഹം തടഞ്ഞു. ആൾ പോയി കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മനുഷ്യൻ്റെ വംശപരമ്പരയിൽ നിന്നും ഒരു ആൾ വരാനുണ്ട്. അവൻ ഖുർആൻ ഓതും, പക്ഷേ ഖുർആൻ അവൻ്റെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങില്ല. എന്നുവെച്ചാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഖുർആൻ കൊണ്ട് അവന് പ്രയോജനമൊന്നും ഉണ്ടാവില്ല, വായ കൊണ്ടുള്ള ഓത്ത് മാത്രമേ ഉള്ളൂ, താഴോട്ട് ഇറങ്ങില്ല. അവർ തത്തകളെ പോലെ വെറുതെ ഓതിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്താണ് ഓതുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല, അവർ അതനുസരിച്ച് ജീവിക്കുകയും ഇല്ല. ഒരു കാര്യം പറയണം, നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു തെറ്റ് ചെയ്ത മനുഷ്യനെ പറ്റിയിട്ടാണ്. ഒരു ചീത്ത മനുഷ്യൻ റസൂലിനെ പരസ്യമായി നാണം കെടുത്തി, നീതി കാണിക്കൂ മുഹമ്മദേ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ തോന്നിയ പോലെ കുറച്ച് പേർക്ക് കൊടുക്കുന്നു, ഞങ്ങൾക്ക് തരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് നീതി കാണിക്കുന്നില്ല എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. തെറ്റാണ്. റസൂലിനെ അങ്ങനെ വെല്ലുവിളിക്കാൻ പാടില്ല. റസൂൽ ചെയ്യുന്നത് ശരി, കാരണം റസൂൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അള്ളാഹ് തിരുത്തും. അതുകൊണ്ട് സാധാരണക്കാർക്ക് റസൂലിനെ തിരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് അവിടെ നടന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം, മുസ്ലിം എന്ന നിലയിൽ. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു മുനാഫിഖാണ്, കപട വിശ്വാസിയാണ്. അതുകൊണ്ടാണ് ആരാണെങ്കിലും ഒരാൾ അനുവാദം ചോദിച്ചത് തലവെട്ടി കളഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചത്. പക്ഷെ അത് കൊടുത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ വംശപരമ്പരയിൽ നിന്ന് ഇനി ആളുകൾ വരാറുണ്ട്, അവർ ഖുർആൻ ഓതും, ഓരോ തൊണ്ടയുടെ താഴേക്ക് ഇറങ്ങില്ല, അവർക്കത് മനസ്സിലാവില്ല, അവരനുസരിച്ച് പ്രവർത്തിക്കില്ല. ഈ കാര്യം നമ്മൾക്ക് ബാധകമാണോ എന്ന് നമ്മളൊന്ന് നോക്കണം. നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാവാറുണ്ടോ? ഇല്ല. നമ്മളതനുസരിച്ച് സക്കാത്തോ സദക്കയോ അല്ലെങ്കിൽ 5 നേരം നിസ്കരിക്കണമെന്നോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ ഇതിൽ പറയുന്നതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. പിന്നെ ഓതിയ താഴോട്ട് ഇറങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പറയുന്നതൊക്കെ നമുക്കും ബാധകമാണ്, അല്ലാതെ ഏതോ ഒരു അക്രമിയെ പറ്റിയിട്ടല്ല പറയുന്നത്, നമ്മളെ കൂടിയാണ് എന്നോർത്ത് നന്നാവാൻ ശ്രമിക്കുക, ഞാനടക്കം നിങ്ങളും. എന്നിട്ട് ആ വംശപരമ്പര വരുമ്പോൾ അവരെ മതത്തിൽ നിന്നും വിട്ടുപോകും. അതായത് ഇസ്ലാമിനെ അവർ ഉപേക്ഷിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അമ്പ് നല്ല ബലത്തിൽ പുറകോട്ട് വലിച്ചിട്ട് എയ്ത് കഴിഞ്ഞാൽ, കാട്ടുകോഴി അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെയാണ് വേട്ടയാടുന്നതെങ്കിൽ അതിൻ്റെ മേത്ത് കൊണ്ടിട്ട് തുളച്ച് അപ്പുറത്ത് കിടന്നങ്ങ് പോകും. അതായത് ചിലപ്പോൾ ആ കാട്ടുകോഴി വീഴുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് അറിയുന്നതിന് മുമ്പ് അമ്പ് കടന്നു പോയിട്ടുണ്ടാവും, അത്ര സ്പീഡിൽ. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അവരിൽ നിന്നും മതം അവരെ വിട്ട് പോകും. അവർ മുസ്ലിങ്ങളെ കൊല്ലും, അവർ വിഗ്രഹാരാധകരെ വെറുതെ വിടും. അതായത് അവരുടെ മതപ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തീവ്ര മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിൽ കുറച്ച് പേര് എല്ലാ രാജ്യത്തും ഉണ്ട്. അതായത് 1 പറഞ്ഞ് 2 കൊല്ല അല്ലെങ്കിൽ തിന്ന, ഇതാണ് അവരുടെയൊക്കെ പരിപാടി. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഖുർആനിലുള്ള ഏതാനും ആയത്തുകളൊക്കെ എടുത്ത് അതിൻ്റെ അർത്ഥമൊക്കെ അവർക്ക് സൗകര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്.
അതിനെ ഖവാരിജ് എന്ന് പറയുന്ന ഒരു കൂട്ടമായിട്ടാണ് പറയുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലം തൊട്ടാണ് ഇത് തുടങ്ങിയത്. അവർ ഭയങ്കര തീവ്ര മുസ്ലിങ്ങളാണ്. അതായത് ബാക്കിയുള്ളവരൊന്നും പോരാം, ഇവരുടെ ഇസ്ലാമൊന്നും അങ്ങോട്ട് അത്ര ആയിട്ടില്ല എന്ന് വെച്ചാൽ 24 മണിക്കൂർ നിസ്കാരം, 24 മണിക്കൂർ ഓതൽ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവർക്ക് ഈ പറയുന്ന പോലെ തൊണ്ടയും താഴോട്ടിറങ്ങൂല, അവരനുസരിച്ച് പ്രവർത്തിക്കൂല, ഓത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഹൃദയത്തിൽ ഇസ്ലാം ഇല്ല. എന്നിട്ട് ശരിയായ മുസ്ലിങ്ങൾ, അതായത് മാന്യമായി പണിയെടുക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് പോയി നിസ്കരിക്കുന്നു, കൂലിപ്പണി അല്ലെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ വലിയ വലിയ ജോലികൾ ചെയ്യുന്നു, എന്നിട്ട് പറ്റുന്ന പോലെയൊക്കെ നിസ്കരിച്ച് ജീവിക്കുന്ന, നോമ്പ് പിടിച്ച് ജീവിക്കുന്ന ആളുകളെ അവർ മുസ്ലിം അല്ല എന്ന് പറയുകയും ചാൻസ് കിട്ടി അവരെ കൊന്നുകളയുകയൊക്കെ ചെയ്യും. നമ്മുടെ പല രാജ്യങ്ങളിലും മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ പോലും പടക്കം പൊട്ടിച്ച് ആളുകളെ കൊന്നുകളയാറുണ്ട്. ഈ ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടമാണ്. അവരാണ് ആദ്യമായി ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നത്, അലി റളിയല്ലാഹുവിനെ പറ്റിയത്, അങ്ങനെ പല പ്രശ്നങ്ങളും. ഉമർ റളിയല്ലാഹുവിൻ്റെ മരണശേഷം തൊട്ട് ഇവന്മാർ തലപൊക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ആ തലമുറ ഇല്ലാതെയാവും, അത് കഴിഞ്ഞ് വീണ്ടും പുതിയതുണ്ടായി വരും. അങ്ങനെയാണ് ഇവരുടെ പരിപാടി. അപ്പോൾ അതുപോലത്തെ ഒരു കൂട്ടം ആളുകളാണ് വരാനുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് മതം അവരെ വിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ജീവിയുടെ, ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ വെടിയുണ്ട എന്തെങ്കിലും വലിയ കട്ടിയൊന്നും ഇല്ലാത്തൊരു സാധനത്തിൽ കൊണ്ടിട്ട് അപ്പുറത്ത് കടന്ന് പോയി. അല്ലെങ്കിൽ സിനിമയിലൊക്കെ നോക്കി അറിയാൻ ചിലപ്പോഴൊക്കെ വളരെ അടുത്ത് നിന്ന് വലിയ തോക്കൊക്കെ ഉപയോഗിച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ ഉണ്ടയ്ക്ക് അത്രയും ശക്തി ഉണ്ടാവും, അത് തുളച്ച് അപ്പുറത്ത് കിടന്ന് വീണു പോകും. ആൾ ഞെട്ടി ഇങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും വീഴുമ്പോഴത്തേക്കും ഒക്കെ ആയിരിക്കും മനസ്സിലാവുള്ളൂ, കാരണം അത്ര സ്പീഡിൽ കടന്നു പോയിട്ടുണ്ടാവും. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവർ മുസ്ലിങ്ങളെ കൊല്ലുകയും വിഗ്രഹാരാധകരെ വെറുതെ വിടുകയും ചെയ്യും. ഞാൻ അവരുടെ സമയത്ത് ജീവിച്ചിരുന്നാൽ അവരെ ഞാൻ കൊല്ലും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിനെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ അവരെ എല്ലാവരെയും ഞാൻ കൊല്ലും. റസൂൽ തന്നെ പറയുന്നതാണ്. അതായത് അത്രയധികം മോശം ആളുകളാണെന്നാണ് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ പറ്റി, അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടക്കാരാണ് എന്ന് പറയുന്നവരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നാൽ അവരെ എല്ലാത്തിനെയും ആദിനെ കൊന്നതുപോലെ കൊല്ലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 രാത്രിയും 8 പകലും കാലിൽ പിടിച്ച് ഭിത്തിക്കിട്ടടിക്കുക, മരത്തിൻ്റടിക്കുക, തറക്കിട്ടടിക്കുക. കൊടുങ്കാറ്റായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത റീഹിൻ സർസറിൻ ആത്തിയ, അതായത് സർസർ എന്നുള്ള ശബ്ദമുണ്ടാക്കുന്ന ഭയങ്കര തണുപ്പുള്ള അതിശക്തമായ കാറ്റ്, ചൂളം അടിക്കുന്ന അല്ലെങ്കിൽ വിസിലടിക്കുന്ന പോലത്തെ ഇങ്ങനെ അടിച്ചു വരുന്ന സർസർ എന്ന് ശബ്ദമുണ്ടാക്കുന്ന കാറ്റാണ്. അതിനെ നമുക്കിപ്പോൾ സൈക്ലോൺ അങ്ങനെയൊക്കെ വലിയ കൊടുങ്കാറ്റ് അങ്ങനെയൊക്കെ പറയാം. അല്ലാതെ സാധാരണ ചെറിയ സാധനങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. അതായത് കാലെ പിടിച്ചടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് റസൂൽ പറഞ്ഞു വരുന്നത്. നമ്മൾ അതിനകത്ത് ആവാതിരിക്കാൻ ശ്രമിക്കുക. ആമീൻ. عن أبي سعيد رضي الله عنه قال بعث علي إلى النبي صلى الله عليه وسلم بذهيبة فقسمها بين الأربعة الأقرع ابن حابس الحنظلي ثم المجاشعي وعيينة ابن بدر الفزاري وزيد الطائي ثم أحد بني نبهان وعلقمة ابن علاثة العامري ثم أحد بني كلاب. فغضبت قريش والأنصار قالوا يعطي صناديد أهل نجد ويدعونا قال إنما أتألفهم. فأقبل رجل غائر العينين مشرف الوجنتين ناطئ الجبين كث اللحية محلوك فقال اتق الله يا محمد. فقال من يطع الله إذا عصيت أيأمنون الله على أهل الأرض ولا تأمنوني. فسأله رجل قتله أحبس خالد بن وليد فمنعه فلما ولا قال إن من سئ هذا أو في عقب هذا قوم يقرؤون القرآن لا يجاوز حناجرهم يمرقون من الدين مروق السهم من الرمية يقتلون أهل الإسلام ويدعون أهل الأوثان لئن أنا أدرتكم لا أقتلنهم قتل عاد. ഇതിലൊരു കാര്യം കൂടെ നമ്മൾ വിട്ടുപോയത് ആളുടെ ലക്ഷണങ്ങളാണ്. അയാളുടെ ലക്ഷണങ്ങളൊന്നും ആവാതിരിക്കാൻ നമ്മളും ശ്രദ്ധിക്കുക. കുഴിഞ്ഞ കണ്ണ്, അതായത് ക്ഷീണം, അതല്ലെങ്കിൽ നന്നായി പണിയെടുക്കുന്ന, ആഹാരം കുറച്ച് കഴിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ നോമ്പ് പിടിക്കുന്ന ആളായിരിക്കും. കണ്ണ് കുഴിഞ്ഞു പോയെന്നാണ് പറയുന്നത്. കവിള് ഭയങ്കര വ്യക്തമായിട്ട് കാണാമായിരുന്നു. അപ്പോൾ എല്ല്, കവിള്, താടിയെല്ലിൻ്റെ എല്ലുകളുടെ അതിരൊക്കെ നന്നായി തെളിഞ്ഞു കാണുന്നതായിരിക്കും. പിന്നെ ഉയർന്ന നെറ്റി, ഭയങ്കര കട്ടിയുള്ള താടി, പിന്നെ തല വടിച്ച് കളഞ്ഞിരിക്കുകയാണ്. അത് തല മുട്ടയടിച്ച ഒരാൾ. അപ്പോൾ അതായത് ഹജ്ജ് ഉംറയൊന്നും അല്ലാത്ത സമയങ്ങളിൽ വെറുതെ മുട്ടയടിക്കാതിരിക്കുക. കാരണം ഇതുപോലെയൊക്കെ ആയിപ്പോയാലോ ഈ ഒരു ആളുടെ ലക്ഷണം എടുത്തു പറഞ്ഞു എന്ന് മാത്രം നമ്മൾ അതിലൊന്നും ആവാതിരിക്കുക. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ കേട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതു, ഫഹൽ മിൻ
മുദ്ദക്കിർ. ഇത് 3341. ഏതാനും ഹദീസുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. സമയത്തു അബ്ദുല്ലാഹി ഖാല സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫഹൽ മിൻ മുദ്ദക്കിർ. അൽ ഖമർ 15. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.